ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ മൂന്നാമത്തെ രാശിയായ മിഥുനം രാശി. മിഥുനം രാശിക്കാർക്ക് 2025 മുതൽ 2030 വരെ ഈ 5 വർഷത്തെ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഫലങ്ങളും എന്തെല്ലാമെന്ന് നോക്കാം. മിഥുനം രാശിയുടെ സ്വാമി ബുധൻ. ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. രാഹു, കേതു, വ്യാഴം, ശനി എന്നീ വലിയ ഗ്രഹങ്ങളുടെ ഗോചരം നടക്കുന്ന സമയം. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങളും ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും. വ്യാഴത്തിൻ്റെ സ്ഥിതി നോക്കാം. മെയ് 2025 മുതൽ മെയ് 2026 വരെ വ്യാഴം 1-ാം ഭാവത്തിലാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോ 5, 7, 9 എന്നീ ഭാവങ്ങളിൽ വരുന്നു. 5-ാം ഭാവം സന്താനങ്ങൾക്ക് അനുകൂലമായ സമയമായിരിക്കും. സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താന സൗഭാഗ്യത്തിനുമുള്ള സമയം. 7-ാം ഹൗസ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയം. വിവാഹങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കേണ്ട സമയമാണ് ഇത്. 9-ാം ഹൗസിൻ്റെ ദൃഷ്ടി വരുമ്പോൾ നിങ്ങൾക്ക് മംഗളകാര്യങ്ങൾ, ശുഭകാര്യങ്ങൾ, അതുപോലെ തന്നെ തീർത്ഥാടന യാത്രയൊക്കെ ചെയ്യേണ്ട ഒരു സമയമായിരിക്കും. മെയ് 2026 മുതൽ മെയ് 2027 വരെ വ്യാഴം 2-ാം ഭാവത്തിൽ. ഈ സമയം നിങ്ങളുടെ വാണി, സംസാര രീതി വളരെ അട്രാക്റ്റീവായിരിക്കും. കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉപയോഗിച്ച് വരുമാനമുണ്ടാക്കുന്നതിനുള്ള സമയം. കൗൺസിലേഴ്സ്, ടീച്ചേഴ്സിനൊക്കെ നല്ല അനുകൂലമായ സമയമാണ്. കുടുംബത്തെ ബലപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കൂട്ടുന്നതിനുമുള്ള സമയം. മെയ് 2027 മുതൽ മെയ് 2028 വരെ വ്യാഴം 3-ാം ഭാവത്തിൽ. ഈ സമയം നിങ്ങളുടെ ജോലിഭാരം വർദ്ധിക്കുകയും ജോലി സംബന്ധിച്ച് ചെറിയ ചെറിയ യാത്രകൾ ചെയ്യുവാനും ഉള്ള സമയമാണ്. കൂടാതെ നിങ്ങളുടെ ചെലവുകൾ കൂട്ടുന്ന സമയമാണ്. അത് കുറച്ച് കൺട്രോൾ ചെയ്യുക. ശനിയുടെ ഗോചരം നോക്കാം. മാർച്ച് 2025 മുതൽ ഫെബ്രുവരി 2028 വരെ 2.5 വർഷക്കാലം 10-ാം ഭാവത്തിലാണ്. 10-ാം ഭാവം കർമ്മത്തിൻ്റെ. ശനി ഏതു രാശിയിൽ വന്നാലും കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തേ പറ്റൂ. ഹാർഡ് വർക്ക് ചെയ്യുക തന്നെ വേണം. കർമ്മ മേഖലയിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടുവരിക തന്നെ വേണം. ജോലിഭാരം കൂടുന്നതിനുള്ള സാധ്യതയാണ് ഈ സമയം. വേറൊരാളുടെ ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്ന സമയം. അതുകൊണ്ട് ഇതെല്ലാം അറിഞ്ഞു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഈസിയായിട്ട് അസംതൃപ്തി ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ആ ഉത്തരവാദിത്വം ചെയ്ത് തീർക്കാവുന്നതാണ്. 30 വർഷങ്ങൾക്ക് ശേഷമാണ് ശനി 10-ാം ഭാവത്തിൽ വന്നിരിക്കുന്നത്. ജോലി അന്വേഷിച്ച് കിട്ടാതിരുന്നവർ ആണെങ്കിൽ തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് ജോലി കിട്ടും. ഹാർഡ് വർക്ക് തന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഹാർഡ് വർക്കിനുള്ള പ്രതിഫലവും ശനിദേവ് എപ്പോഴും തരുന്നതായിരിക്കും. ശനി ഏത് ഹൗസിൽ വന്നാലും നിങ്ങളെക്കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യിപ്പിച്ച് അതിനുള്ള പ്രതിഫലം തന്നിട്ട് മാത്രമേ ശനിദേവ് പോവുകയുള്ളൂ. ഫെബ്രുവരി 2028 മുതൽ 2030 വരെ ശനി 11-ാം ഹൗസിൽ നീചസ്ഥിതിയിലായിരിക്കും. ഈ സമയം നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹം വരും, ഷോർട്ട് കട്ടിലൂടെ കൂടുതൽ പണം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള. ഈ സമയം ഇരുമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലി, അതുപോലെ തന്നെ ഇലക്ട്രിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നവർക്ക് അതിൽ നിന്നും നല്ല ഒരു ലാഭം കിട്ടുകയും ചെയ്യും. ഈ സമയം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്കും പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഡീലിങ്സ് ഒക്കെ ചെയ്യുന്നവർക്കും, മീൻസ് റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ നല്ല ഒരു സമയമാണ്. ശനിയുടെ 7.5 ശനിയോ അഷ്ടമശനിയോ കണ്ടകശനിയോ ഒന്നും നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ലാത്ത സമയം. ശനിയുടെ ദൃഷ്ടി 8-ാം ഭാവത്തിൽ. ഈ സമയം നിങ്ങളിൽ ഒരു നല്ല ഡീപ്പ് നോളജ് ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ദൃഷ്ടി 5-ാം ഭാവത്തിലുമുണ്ട്. 5-ാം ഭാവം സ്നേഹബന്ധങ്ങളിൽ, കുടുംബത്തിൻ്റെ സ്നേഹബന്ധത്തിൻ്റെ
കുട്ടികളുടെ ഒക്കെയാണ് 5-ാം ഭാവം. അപ്പോൾ നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. കുറച്ച് പിടിവാശിയൊക്കെ വരാനുള്ള സമയം. അപ്പോൾ അത് പിടിവാശിയൊക്കെ കുറച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ മുന്നോട്ട് പോവുക. ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് എങ്കിൽ സ്നേഹബന്ധം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും. 11-ാം ഭാവത്തെ ശനി ഷോർട്ട് കട്ടിലൂടെ നിങ്ങൾക്ക് ധനമൊക്കെ വന്നു ചേരുന്ന ഒരു യോഗം തന്നെ സൃഷ്ടിക്കും. രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഗോചരം നോക്കാം. മെയ് 2025 മുതൽ ഡിസംബർ 2026 1.5 വർഷത്തേക്ക് രാഹു 9-ാം ഭാവത്തിൽ ജന്മകുണ്ടലിയിൽ നിങ്ങളുടെ ജാതകത്തിൽ 9-ാം ഭാവത്തിൽ രാഹു വന്നാൽ അത് പിതൃദോഷത്തിന് കാരണമാവും. പക്ഷേ ഇത് നമ്മൾ ഗോചരമാണ് പറയുന്നത്. അപ്പോൾ ഈ സമയം പിതാവുമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സമയം. പിതാവിൽ നിന്നും നിങ്ങൾ കുറച്ച് അകന്നു നിൽക്കുന്ന ഒരു സമയമാണ്. അതിനുള്ള ഒരു സാധ്യത കൂടുതലാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അതുകൊണ്ട് ഇതുവഴി പ്രശ്നങ്ങൾ മനസ്സിലാക്കി ശാന്തമായ സാഹചര്യം ഉണ്ടാക്കുന്നതിനുള്ള ഒരു പ്രവണത നിങ്ങൾ കാണിക്കുക. ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ സാഹചര്യം അതനുസരിച്ചുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കാവുന്നതാണ്. എടുത്തുചാട്ടം ഒന്നും വേണ്ട. ഈ സമയം ഏതെങ്കിലും വിധത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നല്ല രീതിയിൽ ചിന്തിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. ഡിസംബർ 2026 മുതൽ ജൂൺ 2028 വരെ രാഹു 8-ാം ഭാവത്തിൽ വരുന്നു. ഈ സമയം നിങ്ങളിൽ നല്ല ഒരു ഡീപ്പ് നോളജൊക്കെ വരുന്ന സമയം. നിങ്ങൾ ഭയങ്കര ഒരു ബുദ്ധിശാലിയായി വരുന്ന ഒരു സമയമാണ്. ഇത് നിങ്ങളെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ആശയവിനിമയമൊക്കെ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ അത് പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു സാധ്യതയാണ്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകുന്നതിനുമുള്ള സാധ്യതയുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സമയം ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്നവർ ശ്രദ്ധയോടുകൂടി ചെയ്യുക. ചെറിയ ചെറിയ മുറിവുകളൊക്കെ പറ്റുന്നതിനുള്ള സമയമാണ്. പിന്നെ നിങ്ങളുടെ അമ്മായി അച്ഛൻ, അമ്മായിയമ്മ അവരൊക്കെ ആയിട്ട് ചെറിയ ആശയക്കുഴപ്പങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് നോക്കിക്കണ്ട് നിൽക്കുക. ജൂൺ 2028 മുതൽ രാഹു 7-ാം ഭാവത്തിൽ. ഈ സമയം നിങ്ങളുടെ ഡെയിലി ഇൻകമൊക്കെ കൂടുന്നതിനുള്ള ഒരു സമയമാണ്. ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾ വളരെയേറെ ആക്റ്റീവായിരിക്കും. മടി നിങ്ങളിൽ വരികയില്ല. അതുപോലെ അങ്ങനെ ആക്റ്റീവായി ഇരുന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഒരു വരുമാനവും ഒരു സാമ്പത്തിക നേട്ടങ്ങളൊക്കെ കിട്ടുന്ന സമയമായിരിക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് തീർച്ചയായും ശ്രദ്ധിക്കേണ്ട സമയമാണ്. മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വരുന്നതിനുള്ള, സംശയങ്ങളൊക്കെ വരുന്നതിനുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുക. നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ: ശുക്രൻ്റെയും ബുധൻ്റെയും ബീജമന്ത്രം നിങ്ങൾ 108 തവണ ചെയ്യുന്നത് വളരെ നല്ലതാണ്. സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉദിച്ചു വരുന്ന സൂര്യനെ ജല അർപ്പണം ചെയ്യുക. ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുക. അപ്പോൾ പിന്നെ മാതാപിതാക്കളെ സംരക്ഷിക്കുക. ഇനി ഇന്നത്തെ വാസ്തു ടിപ്പ് നോക്കാം. നിങ്ങളുടെ വീട്ടിലെ ഡസ്റ്റ്ബിൻ എവിടെ സൂക്ഷിക്കാം? കറക്റ്റായിട്ടുള്ള വാസ്തു അനുസരിച്ച് അതിനെ പറ്റിയ സ്ഥലം പടിഞ്ഞാറോ തെക്കോ ആണ്. അല്ലാതെ വടക്ക് കിഴക്ക് ഒരിക്കലും വെക്കാൻ പാടുള്ളതല്ല. വടക്ക് കിഴക്ക് കോർണറോ വടക്കോ കിഴക്കോ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഡസ്റ്റ്ബിൻ എപ്പോഴും കവറുള്ളതായിരിക്കണം. അതിനൊരു അടപ്പുള്ള ഡസ്റ്റ്ബിൻ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഡസ്റ്റ്ബിൻ ഡെയിലി നിങ്ങളത് എംപ്റ്റി ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ വീഡിയോ ഇത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ, വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരികൃഷ്ണ സർവ്വം രാധാകൃഷ്ണ അർപ്പണമസ്തു.